ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇഡ്ഡലിക്കുള്ള അരി വെള്ളത്തിലിടാം. മുക്കാൽ ഗ്ലാസ് അരി, ഉഴുന്ന്, ഇത്രയും മുത്താരി ഇതുകൂടി നമുക്ക് വെള്ളത്തിലിടാം. ഇത് നാളത്തെ ഇഡ്ഡലിക്കുള്ളതാണ്. നമ്മളിപ്പോഴേ വെള്ളത്തിലിട്ട് വയ്ക്കും. കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് ഇവിടെ വയ്ക്കും. വൈകുന്നേരം നമ്മളിത് അരച്ച് വയ്ക്കും. ഇനി നമുക്ക് അരി ഇത് അരച്ച് വെക്കാം. നാളെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കഴുകിയൊക്കെ ഇട്ടതാണ്. ഇതിലേക്ക് വാരിയിടാം. രണ്ടു പ്രാവശ്യമായിട്ട് അയക്കാം, അല്ലെങ്കിൽ അരയാൻ പാടാ. കുറച്ച് ചോറിടാം കേട്ടോ. ഒരു 2 സ്പൂൺ ചോറുണ്ടാവും. ചോറും ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരയ്ക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വയ്ക്കാം. ഉപ്പും കൂടി ഇട്ട് അടച്ചിവിടെ വയ്ക്കാം. ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ നമ്മൾ സൂപ്പറായി അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. സൂപ്പർ മാവ് നന്നായി പൊന്തി. ഇഡലിയും തട്ട് ഈ തട്ട് ശരിക്കും ചൂടായിട്ട് നമ്മൾ ഇഡലി ഒഴിച്ചാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാം. പിടിക്കുകയില്ല. അല്ലെങ്കിലും എടുക്കാൻ പറ്റും, ചെറുതായിട്ടൊന്ന് തണുക്കണം. ഇത്
തീരെ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് അങ്ങനെ ഒന്ന് ഒഴിക്കാം. നമുക്ക് നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇങ്ങനെ കുറച്ച് കോരി ഒഴിക്കാം. ഓരോ തവി ഒഴിക്കുമ്പം തന്നെ അത് നിറയും. രണ്ടാമത്തെ തട്ട് ഞാനങ്ങനെ വെച്ചു. ഇത് നല്ലോണം ചൂടായിട്ട് നമുക്ക് ഒഴിക്കാം. ചൂടാകട്ടെ. ഇനി നമുക്ക് ഒഴിക്കാം. അതും ചൂടായി. എല്ലാവരും ശോഭാസ് കിച്ചണിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനിയുണ്ട്, നമുക്കിതും കൂടി പുഴുങ്ങിയെടുക്കണം. സൂപ്പർ മാവായിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് അരച്ച് വെച്ചിട്ട് വെന്തിട്ട് നമ്മൾ എടുത്തപ്പം ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഉണ്ടോ, ഒരു നുള്ള് ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇത് ഉണ്ടോ, അത് ഇങ്ങനെ എടുക്കാം. നമുക്ക് കൈയും കൊണ്ട് തന്നെ ഇതാ ഉണ്ടോ, അതിൽ നോക്കി എത്ര വൃത്തിയായിട്ടിരിക്കുന്ന പാത്രം, എവിടെയും പറ്റി പിടിച്ചിട്ടില്ല. കണ്ടോ, അതെ. നമുക്കിതിലേക്ക് ഇടാം. കണ്ടോ, എന്ത് നല്ല സൂപ്പർ ഇഡ്ഡലിയാണ്. മുത്താരിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അരി മുത്താരിയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ അരി തന്നെ ഉണ്ടാക്കുന്നേക്കാളും സൂപ്പറാണിത് ഇഡ്ഡലി. ഇതിലൊന്നും അങ്ങനെ അധികം പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇത് നല്ല തട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മളത് നല്ല ചൂടായിരിക്കും. അത് ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി എടുക്കാൻ കിട്ടും, വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ തന്നെ തട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തട്ടയിൽ നിന്ന് കണ്ടോ ആവി വീഴുന്നത്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ കാണാം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണം. ഇഡ്ഡലി തട്ട് നല്ലോണം ചൂടാക്കിയിട്ട് ഒഴിച്ചു നോക്കണം. അതൊക്കെ ഒരു പൊടിക്കൈയാണ്, പൊടി വിദ്യ. നിങ്ങളെല്ലാവരും ലൈക്കടിച്ചോ. സൂപ്പർ ഇഡ്ഡലിക്ക് അടുത്തൊരു വീഡിയോ കാണാം. നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഇഡ്ഡലിയാണ്. നല്ല
സ്പോഞ്ച് പോലെയുണ്ട് ഇഡ്ഡലി.